ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മുള്ളൂർക്കര ആറ്റൂരിൽ കാട്ടാന യുവതിയുടെ പുറകെ ഓടി. അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാന ഭഗവതിക്കുന്നത്ത് ജലനിധിയുടെ പമ്പ് ഓപ്പറേറ്ററായ സുമി എന്ന യുവതിയുടെ പുറകെയാണ് ഓടിയത്. കാട്ടാനകൾ ഇറങ്ങുന്നത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. 6 മണി ആവാറായിട്ടുള്ളൂ. അപ്പൊ ഞാൻ വെള്ളം തിരിക്കാൻ പോയത് അങ്ങോട്ട്. അപ്പൊ പോയപ്പോ അവിടെ ഞാൻ ഫോൺ നോക്കിയിട്ട് പോയായിരുന്നു. ഫോൺ നോക്കി പോകുമ്പോ ഞാൻ സാധാരണ താഴത്തേക്ക് ഇങ്ങോട്ട് പോവാറ്. ആ പോണ നേരത്ത് അവിടെ ഓട്ടോക്കാരണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞതിനോട് ആന പറഞ്ഞു. അപ്പൊ ഞാൻ തമാശ കളിയാക്കി വെച്ചിട്ട് ഞാൻ കാര്യാക്കിയില്ല. അപ്പൊ ആള് ആന പറഞ്ഞപ്പോ ഞാനിന്ന് വെറുതെ ഫോണൊന്ന് നോക്കിയപ്പോ ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഓടിയിട്ടാ വരുന്നു. ഞാൻ കുറച്ച് അകലം ഉണ്ടായിരുന്നു. എത്ര അകലം ഉണ്ടല്ലോ. അവിടെ നിന്ന് വേഗം ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കയറി. അപ്പുറത്തെ വീട്ടിൽ കയറിയിരുന്നു. ഒളിച്ചിരുന്നു ആന വരണ്ടിക്ക്. അപ്പൊ ആന അവിടെ നിന്നു. അപ്പൊ ഒരു നായ കുറച്ചപ്പോ ആന അവിടെ നിന്നു. ഞാൻ കയറി തന്നെ നിന്നു. അപ്പൊ എനിക്ക് പേടിയായി. അപ്പൊ ആന ഞാൻ പോകാൻ നോക്കി കൈകാലും വച്ചിട്ടായി. അപ്പൊ ആന പോകാൻ നോക്കി ഇതുവരെ നോക്കി നിന്നപ്പോഴാണ് ഞാൻ പിന്നെ എല്ലാരും വിളിച്ചത്. അതുവരെ ഞാൻ വിളിച്ചില്ല, പേടിച്ചിരുന്നു അവിടെ ഇരുന്നു. ഓടിപ്പിച്ചു, കുറച്ചേരം ഓടിപ്പിച്ചു തന്നെ. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന കാട്ടാന ശല്യം മനുഷ്യജീവന് പോലും ഭീഷണിയായിട്ടുണ്ട്. പ്രശ്നം രൂക്ഷമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പുലർച്ചെ അസുരൻകുണ്ട് വനം വിട്ടിറങ്ങിയ കാട്ടാന വ്യാപകമായ കൃഷിനാശം വരുത്തി. കർഷകന്റെ മതിലും ഗേറ്റും തകർത്തു. കാട്ടാന ഇറങ്ങുന്നത് വിദ്യാർത്ഥികൾക്കും വലിയ ഭീഷണിയാണ്. ദിവസങ്ങളായിട്ട് ആന ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഒന്ന് പുലർച്ചയ്ക്കാണ് ഇവിടെ വന്നത്. ഇതിനെ വന്നിറങ്ങിയത് ഇതൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ നേരെ കയറിപ്പോയി. പകല് പുലർച്ചെ ഇവിടെ വെള്ളം തിരിക്കാൻ പോണവരും ഇതിനൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഭാര്യനെ ഇറങ്ങി അവിടുന്ന് വരികയായിരുന്നു. അപ്പോഴാണ് ആന അങ്ങോട്ട് കയറി പോണ്. അവളങ്ങനെ ഓടി അപ്പുറത്ത് വീട്ടിൽ കയറി അവിടുന്ന് വിളിച്ച് വെള്ളം ആൾക്കാരൊക്കെ വന്നു. അപ്പോഴേക്കും ഇത് മുകളിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതിനെ പോയടത്തൂടെ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വാഴയും അതും ഇതൊക്കെ അങ്ങനെ ചവിട്ടി ഇതാക്കി നശിപ്പിച്ചിട്ട് പോയിക്കണത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇത്. കാട്ടാന ശല്യം പരിഹരിക്കാൻ MP-യും MLA-യും അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. മച്ചാട് റേഞ്ച് കേന്ദ്രീകരിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കുകയും മനുഷ്യരെ കാട്ടാന ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.